കേരളപ്പച്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ശാസ്ത്രപ്രചാരകനും എഴുത്തുകാരനും പ്രശസ്ത ന്യൂറോ സർജനുമായ ഡോക്ടർ മനോജ് വെള്ളനാടാണ്. സ്വാഗതം ഡോക്ടറെ. നമ്മുടെ ആളുകളുടെ മാനസികാരോഗ്യം കോവിഡിന് ശേഷം ഇങ്ങനെ കുറഞ്ഞു വരികയാണ് എന്നൊരു നിരീക്ഷണമുണ്ടല്ലോ. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു കിടപ്പ് എങ്ങനെയാണ്? വളരെ ഗൗരവതരമായ അവസ്ഥയിലേക്ക് ഇത് മാറിയിട്ടുണ്ടോ, അതോ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ? ശരിക്കും ആ ഒരു ഒബ്സർവേഷൻ കറക്റ്റാണ്. കോവിഡിന് ശേഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോവിഡ് ശരിക്കും ഒരു ഡിവൈഡ് തന്നെയാണ് പല കാര്യങ്ങളിലും, അതിൽ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ അതിൽ ഒരു സയൻറ്റിഫിക് എവിഡൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. പ്രത്യേകിച്ചും കേരളത്തിൽ അതിനെപ്പറ്റി വലിയൊരു പഠനമൊന്നും ഈ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നടന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ന്യൂറോളജി ഇന്ത്യയുടെ ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് ഇറങ്ങിയ ഒരു ജേണലിൽ ഇതിനെപ്പറ്റി ഒരു പഠനമുണ്ട്. ഈ പോസ്റ്റ് കോവിഡ് കോഗ്നിറ്റീവ് ഡിക്ലൈൻ എന്ന് വെച്ചാൽ ആൾക്കാരുടെ മൊത്തത്തിലുള്ള മാനസികാരോഗ്യം മാത്രമല്ല, അറ്റൻഷൻ സ്പാൻ അത് കുറഞ്ഞു വരുന്നതായിട്ടും പെരുമാറ്റ രീതിയിലുള്ള വൈകല്യങ്ങളും ഒക്കെ, അങ്ങനെ പല രീതിയിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് ഡിക്ലൈൻ ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മുടെ മാനസികാരോഗ്യത്തെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ പഠനത്തിൻ്റെ റിസൾട്ട്. പക്ഷെ നമ്മൾ കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്ക് നോക്കുകയാണെങ്കിലും അത് വളരെ എവിഡൻ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും പല മേഖലകളിലും. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളെന്ന് വെച്ചാൽ നമ്മളൊരു +1 +2 അല്ലെങ്കിൽ കോളേജ് ലെവലിലേക്ക് എത്തിയ കുട്ടികളുടെ സ്വഭാവത്തിലെ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് വാർത്താ പ്രാധാന്യം കിട്ടിയ കുറേ ഇൻസിഡൻസ് നിരന്തരം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു സ്കൂൾ കുട്ടിയെ അവൻ്റെ ക്ലാസ്മേറ്റ്സും ഒക്കെ പ്ലാൻ ചെയ്ത് സോഷ്യൽ മീഡിയ വഴി പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തുന്ന ഒരു സ്റ്റേജ് വരെ എത്തുകയുണ്ടായി. അതുപോലെ തന്നെ ആ സമയങ്ങളിൽ കുട്ടികളിൽ അക്രമവാസനകളെയൊക്കെ പറ്റി വേറെ പല സ്കൂളുകളിൽ റാഗിങ്, സ്കൂളിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, അതിൻ്റെ പിന്നണി കഥകൾ തേടി ചെല്ലുമ്പോഴാണ് സ്കൂളിൽ വളരെ മോശമായിട്ട് രീതിയിൽ റാഗിങ് ചെയ്യപ്പെട്ടിട്ട് അതിൻ്റെ മാനസിക സംഘർഷത്തിലാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ഇതെല്ലാം ഏറെക്കുറെ ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നണി നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾ ആ പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ ഒരു 16-15 വയസ്സുള്ള കുട്ടികൾ 5 വർഷം മുമ്പ് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് അതിനെപ്പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്നുള്ളത്. അവരുടെ ലൈഫിൽ എന്താണ് സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന, ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഏജ് പീരീഡുണ്ട്. ആ സമയത്ത് അവർ വീട്ടിൽ അടച്ചിരിപ്പായിരുന്നു. അവർ നേരിട്ട് അവരുടെ ഏജിലുള്ള ആൾക്കാരെ കാണുകയോ അവരോട് ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഈ സ്വഭാവത്തിൽ, ഈ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഇപ്പോൾ മാനസികാരോഗ്യം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മാനസിക രോഗങ്ങളിലേക്കാണ് പലപ്പോഴും കടന്നു ചെല്ലുന്നത്. വിഷാദം, ആങ്സൈറ്റി പോലുള്ള പല രോഗങ്ങളും. അത് ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളും ഏറെക്കുറെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും. രോഗങ്ങൾ മാത്രമല്ല, പെരുമാറ്റ വൈകല്യങ്ങളും മാനസികാരോഗ്യം കുറയുന്നതിൻ്റെ ലക്ഷണമാണ്. നമുക്ക് സൊസൈറ്റിയിൽ ഇറങ്ങി എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഒരു ചെറിയ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും വളരെയധികം അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന യുവജനങ്ങളെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ നിസ്സാരം നമ്മൾ തോന്നുന്ന കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ഈ മാനസികാരോഗ്യം കുറയുന്നത് തന്നെയാണ്. അത് കുറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കോവിഡ് കാലത്തെ ദീർഘനാളത്തെ അടച്ചിരിപ്പും നേരിട്ട് മനുഷ്യരോട് ഇടപെടാത്തതൊക്കെ പറയാവുന്നതാണ്. പൊതുവിൽ കോവിഡിൻ്റെ കാര്യം മാറ്റിവെച്ചാൽ പൊതുവിൽ ഇതിൻ്റെ ഒരു വളർച്ച എങ്ങനെയാണ്? അല്ലെങ്കിൽ ഈ മാനസികാരോഗ്യം പൊതുവിൽ അത് കുറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെ ആയിട്ട് കുറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ കോവിഡ് തന്നെ ആവണമെന്നില്ല. നമ്മുടെ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. ഇപ്പോൾ 2000-ലൊക്കെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 12 സെക്കൻഡ് ആയിരുന്നത് 2020 ആകുമ്പോഴത്തേക്കും 22-ലേക്ക് വരുമ്പോഴത്തേക്കും അത് 8 കുറഞ്ഞു എന്നാണ് പഠനങ്ങൾ പറയുന്നത്.
എന്നുവെച്ചാൽ അതിൻ്റെ ഒരു 2/3 അത് കുറഞ്ഞിട്ടുണ്ട്. അറ്റൻഷൻ സ്പാൻ കുറയുമ്പോൾ നമുക്ക് മറ്റ് നമ്മുടെ കോഗ്നിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളിലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകും. പിന്നെ ഈ പറയുന്ന പോലുള്ള നമ്മുടെ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ, ഏജിങ് പോപ്പുലേഷൻ്റെ വർധനവ്, അവരുടെ ഒറ്റപ്പെടൽ, ഇതെല്ലാം ഇപ്പോൾ തന്നെ ഒരു 15-20% കേരളത്തിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. അവർ പലരും സർക്കാർ മേഖലയിൽ നിന്ന് റിട്ടയർ ആയവരും പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കുന്നവരും ഒക്കെ ഒരു വലിയൊരു ശതമാനം ആ കൂട്ടത്തിലുണ്ടാവും. അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ആൾക്കാരുടെ പിന്നെ പല പല രോഗങ്ങൾ, ഏജ് കൂടുന്തോറും എന്തായാലും രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ആ രോഗങ്ങൾ കാരണം ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ മൊത്തത്തിലുള്ള മാനസികാരോഗ്യത്തിൽ ഒരു വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതുപോലെ കേരളത്തിൻ്റെ പൊതുവായ ആരോഗ്യ മേഖലയെക്കുറിച്ച് നമ്മൾ പൊതുവെ അവകാശപ്പെടുന്നത് കേരളം ആരോഗ്യ മേഖലയിൽ ലോകത്തിന് മാതൃകയാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് പോലും അല്ലെങ്കിൽ അവയ്ക്കൊപ്പം എത്തുന്ന തരത്തിൽ നമുക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ്. പക്ഷേ പലപ്പോഴും അതിനെതിരായും വാദങ്ങളുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യം വെന്റിലേറ്ററിലാണ് എന്ന തരത്തിലുള്ള വാദങ്ങൾ മറുഭാഗത്തുനിന്നും ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? കേരളത്തിൻ്റെ ആരോഗ്യം വെന്റിലേറ്ററിലാണ് എന്ന് പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള ഒരു വിമർശനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെന്റിലേറ്ററിലല്ല എന്ന് മാത്രമല്ല, ഒരു ജനറൽ വാർഡിൽ പോലും അല്ല എന്നുള്ളതാണ് ഈ ആരോഗ്യ മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. വ്യക്തിപരമായിട്ടുള്ള മാത്രമല്ല, കണക്കുകൾ സൂചിപ്പിക്കുന്നതും ഏറെക്കുറെ അതൊക്കെ തന്നെയാണ്. ഇപ്പം 1990-കളിലൊക്കെയാണ് UN പോലും ഈ ആരോഗ്യ കേരള മോഡൽ എന്ന് പറയുന്ന സംഗതിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന് ശേഷവും നമ്മൾ വളരെയധികം ആ രീതിയിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എടുത്താൽ പോലും ഏതൊരു വികസിത രാജ്യത്തിൻ്റെയും ആരോഗ്യ സൂചികയോട് മുന്നിട്ട് നിൽക്കുന്നത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്കാൻഡിനേവിയൻ കൺട്രി അല്ല, ഇപ്പം ഏറ്റവും ഇത് നടക്കുന്ന US, അമേരിക്കയിലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 5.6ഉം കേരളത്തിൻ്റെത് 5 ആണ്. അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിൽ ആണെങ്കിലും ഈ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്നും താഴോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് പലപ്പോഴും ഭയങ്കര ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അത് പലപ്പോഴും ഇമ്പോസിബിളാണ്. ഈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 5-ൽ നിന്ന് താഴെ 4 ആക്കണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം ആ 5 എന്ന് പറയുന്നത് പലപ്പോഴും ഇന്നവിറ്റബിളായിട്ടോ ഒക്കെയുള്ള മരണങ്ങളാവാം. പല ജനറ്റിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളോ നമുക്ക് ട്രീറ്റ് ചെയ്താൽ പോലും മാറാൻ പറ്റാത്ത പല രോഗങ്ങൾ കൊണ്ടൊക്കെ ആവാം അതൊക്കെ വരുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പൊതു ആരോഗ്യ മേഖലയുടെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 10-13 വർഷം മുമ്പ് കൊണ്ടുവന്നതാണ് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നാഷണൽ NQAS സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം ഇന്ന് ഈ ഫെബ്രുവരിയിലെ ലാസ്റ്റ് കണക്കനുസരിച്ച് 309 എന്ന് വെച്ചാൽ അത് ആ സ്റ്റാൻഡേർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 7-8-9 ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതനുസരിച്ച് അവർ മാർക്കിട്ടാണ് അത് കൊടുക്കുന്നത്. അങ്ങനത്തെ 309 സ്ഥാപനങ്ങൾ നിലവിൽ കേരളത്തിലുണ്ട് ഈ നാഷണൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള. 10 വർഷം മുമ്പത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2016 അവസാനമാകുമ്പോഴത്തേക്കും കേരളത്തിൽ 3 NQAS സർട്ടിഫിക്കറ്റുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ആശുപത്രിയേ ഉള്ളൂ. അവിടെ നിന്നാണ് നമ്മൾ 309-ലേക്ക് എത്തിയത്. എന്തൊരു 100 മടങ്ങ് വ്യത്യാസം, ഒരു കുതിച്ചുചാട്ടം തന്നെയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ മേഖലയിൽ സർക്കാർ അത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഇത്. പ്രത്യേകിച്ച് ആർദ്രം പദ്ധതിയൊക്കെ വരുന്നതും ഈ CHCകളും PHCകളും ഒക്കെ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി മാറ്റുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ആ ഒരു നേട്ടം കൊയ്യാൻ നമുക്ക് സാധിച്ചത്. FHCs മാത്രമല്ല, ഈ പറയുന്ന 309-ൽ എന്താണ്ട് 9 ജില്ലാ ആശുപത്രികളും 8 താലൂക്ക് ആശുപത്രികളും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ വെന്റിലേറ്ററിലായിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ആരോഗ്യ മേഖലയിലേക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ
ഈ വന്നിട്ടുള്ള ജനങ്ങളുടെ എണ്ണം ആ. അതിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. മുൻകാലങ്ങളിലാണെങ്കിൽ 10 വർഷം മുമ്പത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 32 മുതൽ 35% ആൾക്കാരാണ് പൊതുമേഖല അല്ലെങ്കിൽ നമ്മുടെ ഒ പികളിൽ, സർക്കാർ ആശുപത്രിയുടെ ഒ പികളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 50%, 48 മുതൽ 50% വരെ ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു വർഷം കേരളത്തിൽ സർക്കാർ മേഖലയിൽ ഒ പിയിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം 11 കോടിയൊക്കെയാണ് ഒരു വർഷം വന്നു പോകുന്നത്. പണ്ട് അത് 6 കോടിയൊക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ആൾക്കാർക്ക് നമ്മുടെ പൊതു ആരോഗ്യ മേഖലയെ അത്രയധികം വിശ്വാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സർക്കാർ സംവിധാനങ്ങളും പൊതു ആരോഗ്യവും മോശമാണെന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ വാദത്തിൻ്റെ വക്താക്കൾ പലപ്പോഴും ഈ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഒരു അക്രമ സമരം പോലെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി വീണ ജോർജിനെതിരെ ഉണ്ടായിട്ടുള്ള ചില അക്രമ സംഭവങ്ങൾ, അതുപോലെ തന്നെ ആശുപത്രി കെട്ടിടങ്ങളും ആശുപത്രി ജീവനക്കാരെ ആക്രമിക്കുന്ന പോലുള്ള ചില സംഭവങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? പൊതുവിൽ പറയുന്നത് കേരളത്തിൽ കോർപ്പറേറ്റുകൾ പിടിമുറുക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ, കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളൊക്കെ അവർ വാങ്ങിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വർക്കാണോ ഈ നടക്കുന്നത് ശരിക്കും? നമ്മുടെ പല ഇതിനെ ഇങ്ങനെ ആ രീതിയിൽ എന്താണ് വെന്റിലേറ്ററിലാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരും അതിന് കൂട്ടുനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരുപാട് മാധ്യമങ്ങൾ ഈ കാര്യങ്ങളിൽ വലിയ രീതിയിൽ ഇടപെടുന്നുണ്ടെന്നാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രവർത്തന രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംശയിക്കേണ്ടി വരും ഇത് അങ്ങനെയാണോ ഇല്ലേ എന്ന്. കാരണം വളരെ ഒരു 10-15 മിനിറ്റ് ഒന്ന് എഫർട്ട് എടുത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് ഒരു ഉത്തരം കിട്ടുന്ന സംഗതികൾക്ക് പോലും അവർ ഒരു ഭയങ്കരമായിട്ടുള്ള വാർത്താ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ആരോഗ്യ മേഖല വളരെ മോശമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. ഇപ്പോൾ നമുക്ക് ഈ അടുത്ത ഒരു മാസത്തിനകത്തുള്ള ചില എക്സാമ്പിൾസ് എടുത്താൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മുട്ടിന് വേദനയായിട്ട് വന്ന ഒരാളുടെ കണ്ണ് 2 നീക്കം ചെയ്തു എന്നും പറഞ്ഞിട്ട് ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മുഖ്യധാര വാർത്തയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. അതെന്ന് വെച്ചാൽ അതൊരു 5 മിനിറ്റ് പോലും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവർ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് എനിക്കത് അത് കണ്ടപ്പോൾ മനസ്സിലായത്. ശരിക്കും 2023 തന്നെ അതിൽ DME അന്വേഷണം നടത്തി ഇതൊന്നും അല്ല ഈ പറയുന്ന നമ്മളിപ്പോൾ കേട്ട കഥകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആണ് ശരിക്കും നടന്നത് എന്നുള്ളത്. അല്ലാതെ തന്നെ നമുക്ക് ഊഹിക്കണം, ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മുട്ടിന് വേദനയായിട്ട് വന്ന ഒരാളുടെ കണ്ണ് എടുത്ത് മാറ്റേണ്ടി വന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു എന്താണ്, നമ്മളൊരു ഫാൻറ്റസി വേൾഡിലല്ലല്ലോ ജീവിക്കുന്നത്. ലോജിക്കലി അതൊന്നും ഇല്ല. അപ്പോൾ അതൊന്നും അല്ലായിരുന്നു അവിടെ രോഗിയുടെ അവസ്ഥ. അതൊക്കെ മറ്റ് പല കാരണങ്ങളുമാണ്. അത് കൃത്യമായിട്ട് DME അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതിൻ്റെ DMEയുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട്, എന്ത് അസുഖമായിട്ടാണ് ചെന്നത്, എന്തൊക്കെ ഇതുണ്ടായിരുന്നു എന്നുള്ളതിനൊക്കെ പറ്റി. പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ് അത് പൊങ്ങി വന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വേറൊരു ഇൻസിഡൻറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു സർജറിയിൽ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ, നമ്മളിപ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോഴൊക്കെ അതിന് ഒരു സ്ഥലം ഓപ്പറേറ്റ് ചെയ്യുന്നു, അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ മുറിവുണ്ടാകുന്നത് ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, എന്നാൽ നമുക്ക് ഭൂഷണമല്ലാത്തൊരു കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാവാം. അതൊക്കെ പറഞ്ഞിട്ടാണ് പല സർജറികളും ചെയ്യുന്നത്. കൺസെൻറ്റിൽ ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഒരു സർജറി കഴിഞ്ഞ് ഒരു യൂട്രസിൻ്റെ എന്തോ സർജറി കഴിഞ്ഞ രോഗിക്ക് മൂത്രനാളിയിൽ ഇഞ്ചുറി ഉണ്ടായത് വലിയ വാർത്ത. അങ്ങനെയൊക്കെ അത് വാർത്തയായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ ഒരിടത്തും ആർക്കും സർജറി ചെയ്യാൻ ഒരു ഡോക്ടർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം അതൊന്നും ഇതൊക്കെ ഉണ്ടാകുന്ന 1000-ലോ 10,000-ലോ ഒരാൾക്കായിരിക്കാം. പക്ഷേ അത് ഇൻ്റൻഷനലി ചെയ്യുന്നതല്ല. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേഷൻ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അത് വാർത്തയാക്കി അതിനെ ഒരു വളരെ ഇവിടുത്തെ സിസ്റ്റം തകരാറിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല. അതിലും ഞാൻ ഈ മാധ്യമങ്ങളുടെ റോളാണ് ഈ പറഞ്ഞത്. അതുപോലെ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഇളപ്പിശാല ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ഇല്ലേ, രാത്രി 1:30-ക്ക് രോഗി ശ്വാസം മുട്ടലായിട്ട് വരുന്നു, മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു, രോഗി മരിക്കുന്നു. അതിനുശേഷം ഉണ്ടായതെന്ന് വെച്ചാൽ ആ രോഗിക്ക് CPR കൊടുത്തില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായ വലിയ ചർച്ച. പക്ഷേ ആ രോഗിക്ക് CPR അല്ല കൊടുക്കേണ്ടിയിരുന്നത്,
അയാൾക്ക് വന്ന അസുഖത്തിന് ഒരു ഒരു പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ കൊടുക്കാവുന്ന ചികിത്സ എല്ലാം കൊടുത്തിട്ട് വിത്തിൻ 10 മിനിറ്റ്സ് പേഷ്യൻറ്റിനെ റെഫർ ചെയ്തു. ഏത് സമയത്ത്? രാത്രി 1:30. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ രാത്രി 1:30 ഇതിനുള്ള സൗകര്യം ഒരു സർക്കാർ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പോസിറ്റീവ് കാര്യം. അയാൾ മരിച്ചു പോയത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അത് ഓക്കെ, ആ ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് സിസ്റ്റത്തിൻ്റെ തകരാറല്ല, അത് രോഗാവസ്ഥയുടെയും കൂടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് അങ്ങനെ. പിന്നെ ഈ പറഞ്ഞ കോർപ്പറേറ്റുകളുടെ സ്വാധീനം, കോർപ്പറേറ്റുകൾ, വിദേശ കോർപ്പറേറ്റുകൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർ അത് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ മാത്രമൊന്നുമല്ല. അത് ശരിക്കും ആശങ്കയോടെ കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. കാരണം ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്നുള്ള ലാഭം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെങ്ങനെ അവർ മുതലാക്കും എന്നുള്ള ചർച്ചകളും കൺസേണും ഒക്കെ നമുക്ക് വേണ്ടതാണ്. കാരണം നമ്മുടെ ജനങ്ങളുടെ കയ്യിൽ നിന്നായിരിക്കണമല്ലോ അവകാശം പോകും. അപ്പം അങ്ങനെ ഒരു ആശങ്ക വേണം. പക്ഷെ അതേസമയം നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു ഇതുങ്ങളുണ്ട്. ആ സ്വകാര്യ മേഖലയിൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ പബ്ലിക് ഹെൽത്തിൻ്റെ മേഖലയിലും കേരള സർക്കാർ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ, ഒരു മുൻപെങ്ങും ഇല്ലാത്തത്രയും വലിയ രീതിയിൽ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ ഓരോ ആരോഗ്യ കേന്ദ്രങ്ങളും നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ NQASൻ്റെ അതിൽ 309 ആശുപത്രികൾ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിൻ്റെ ഉത്തരവാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അതിനെപ്പറ്റിയും കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. ഏറെക്കുറെ എനിക്ക് എൻ്റെ ഒരു ധാരണ അനുസരിച്ച് 8,000 കോടിയിലധികം, അല്ല 8,000 കോടി സൗജന്യ ചികിത്സ കൊടുത്തതിൻ്റെയാണ്, 20,000 കോടി ഈ കിഫ്ബി വഴി നമ്മുടെ ആരോഗ്യ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഇത് കൂട്ടത്തിൽ പറയാൻ പറ്റുന്ന മറ്റൊരു കണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പെർ ക്യാപിറ്റ സ്പെൻഡിങ് എന്ന് പറയുന്ന, ഇപ്പോൾ കേരള സർക്കാർ ഒരു വർഷം, ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് കണക്കൊക്കെ അനുസരിച്ച് ഒരു വ്യക്തിക്ക് വേണ്ടി പെർ ക്യാപിറ്റ ചിലവാക്കുന്നത് 2,500 മുതൽ 3,000 രൂപ വരെയാണ്. എന്നുവെച്ചാൽ ബഡ്ജറ്റ് പ്ലാൻ ഫണ്ട് അനുസരിച്ച് ചിലവാക്കുന്നത്. അത് ദേശീയ ശരാശരി എന്ന് പറയുന്നത് 1,900 ആണ്. ആ സമയത്ത് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്പെൻഡ് ചെയ്യുന്ന സംസ്ഥാനം, ഒരാൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ സ്പെൻഡ് ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതേ കണക്കുകൾ നമ്മൾ പുറകിലോട്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു 2014-16 ആ കാലഘട്ടത്തിലെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 1,200 മുതൽ 1,500 രൂപ വരെയാണ് പെർ ക്യാപിറ്റ സ്പെൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് നാഷണൽ ഒരു കണക്ക് എന്ന് പറയുന്നത് ഏറെക്കുറെ അതിനോട് ചേർന്നതാണ്, 1,500 രൂപയൊക്കെയാണ്. എന്നുവെച്ചാൽ നാഷണൽ ആവറേജ് 1,500-ൽ നിന്ന് 1,900 ആയപ്പോൾ കേരളത്തിൽ സ്പെൻഡ് ചെയ്യുന്നത് ഏറെക്കുറെ ഡബിളായി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ രീതിയിലും കൂടിയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ മോശം ഇൻസിഡൻറ്റ് വെച്ചിട്ട് അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു നിസ്സാര കാര്യമായിട്ടോ ഒന്നും അല്ല പറയുന്നത്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ചികിത്സാ പിഴവോ ഒരു മരണമോ ഇതൊന്നും അത് അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചും അയാളുടെ കൂടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുമാണ് അവരെ സംബന്ധിച്ച്. പക്ഷെ അത് പെരുപ്പിച്ചിട്ട് മൊത്തം സിസ്റ്റത്തെയും അവിടെ പഴിചാരുന്നത് ഒരു നല്ല പ്രവണതയല്ല. അത് ആ സിസ്റ്റത്തിൽ നിൽക്കുന്ന ഡോക്ടർമാരുൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഏറ്റവും താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആശാ വർക്കർമാരുൾപ്പെടെയുള്ള അവരുടെ ഒരു ആത്മവിശ്വാസത്തെ തകർക്കുന്ന ഒരു പ്രവണതയും കൂടെയാണ്. പുതിയ സാങ്കേതികവിദ്യ AI പോലുള്ള സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം അല്ലെങ്കിൽ അതിനെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. AI എന്തായാലും നമ്മുടെ ഈ ആരോഗ്യ മേഖലയിലേക്ക് വലിയ പ്രാധാന്യത്തോടുകൂടി വരും. പക്ഷെ നമ്മുടെ നാട്ടിൽ എപ്പോൾ വരുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പ്രാധാന്യത്തോടുകൂടി വരും. പ്രത്യേകിച്ചും ഈ റോബോട്ടിക് സർജറി അങ്ങനെയുള്ള സംഗതികളിലൊക്കെയൊക്കെ, പിന്നെ ഈ ക്യാൻസർ ഡിറ്റക്ഷൻ, റേഡിയോളജി, ഇമേജിങ് അങ്ങനെയുള്ള മേഖലകളിലൊക്കെ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഇത് വരും. പക്ഷേ പതുക്കെ നമ്മുടെ OP മാനേജ്മെൻറ്റ് പോലും AIയിലേക്ക്, മെഡിക്കൽ റെക്കോർഡ് കീപ്പിംഗ് ഒക്കെ ആ രീതിയിലൊക്കെ മാറിയേക്കും. പക്ഷെ അതിന് കുറച്ചുകൂടെ ടൈം എടുക്കുമായിരിക്കും. പക്ഷെ തീർച്ചയായിട്ടും AI വരും. ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ പ്രവചനത്തിന് പോലും സഹായിക്കും. പ്രത്യേകിച്ചും വളരെ നേരത്തെ തന്നെ, അല്ലെങ്കിൽ ചെറിയ സ്റ്റേജ് 1-ലോ അല്ലെങ്കിൽ വളരെ ഈ
ഭാവിയിൽ ക്യാൻസർ ആവാൻ സാധ്യതയുള്ള രീതിയിലൊക്കെയുള്ള മാറ്റങ്ങളെയൊക്കെ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാനും ഒക്കെ, അല്ലെങ്കിൽ പല രീതിയിൽ പ്രവചിക്കാൻ, ഇന്ന ആൾക്ക് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പ്രവചിക്കാനും ഒക്കെ എഐക്ക് സാധിക്കും. അപ്പം കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇത്രയധികം വളർച്ച കൈവരിക്കുമ്പോഴും, ആരോഗ്യ മേഖല മാത്രമല്ല നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെ എല്ലാം നല്ല രീതിയിൽ വളർന്ന ഒരു കാലമാണ് ഈ കഴിഞ്ഞ കാലങ്ങൾ. കേരളത്തിൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഒരു സർക്കാർ തുടരുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം തിരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പം ഈ തുടർഭരണം ഒരു ചർച്ചയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ചില ആളുകൾ പറയുന്നത് തുടർഭരണം വേണ്ട, അത് മോശമാവും എന്നാണ്. ചിലർ പറയുന്നു തുടർഭരണം ഉണ്ടെങ്കിൽ ഈ വളർച്ചയുടെയൊക്കെ തുടർച്ച അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഡോക്ടർ ഈ വാദത്തിൽ ഏത് പക്ഷത്താണ്? ഞാൻ തുടർഭരണം വരണം എന്നുള്ള പക്ഷത്ത് തന്നെയാണ്. അത് ഒരു പാർട്ടിയോടുള്ള അനുഭാവം കൊണ്ടോ അങ്ങനെ മാത്രമൊന്നുമല്ല. ഞാൻ ഈ കാര്യങ്ങളെയൊക്കെ ഇപ്പം വളരെ നിഷ്പക്ഷമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ്. എനിക്ക് കൃത്യമായ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും ഈ വക കാര്യങ്ങളെല്ലാം, ഇപ്പോൾ ആരോഗ്യ മേഖലയിലാണെങ്കിലും മറ്റ് മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങളെയൊക്കെ ആണെങ്കിലും മാറി നിന്ന് നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ ശ്രമിക്കുന്ന ഒരാളാണ്. ആ രീതിയിൽ എങ്ങനെ നോക്കിയാലും ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാടുകൾ, പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടുകളിലുണ്ടായ മാറ്റങ്ങൾ, അത് തുടർന്നു പോകേണ്ട ഒരു സംഗതി തന്നെയാണ്. നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചറിലോ അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളിലുണ്ടായ മാറ്റങ്ങൾ മാത്രമല്ല, അത് നമുക്ക് ആർക്കും നിരീക്ഷിച്ച് കണ്ടെത്താൻ പറ്റും. ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഇത്രയധികം മാറ്റങ്ങൾ ആരോഗ്യ മേഖലയിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും, പ്രത്യേകിച്ച് ഈ റവന്യൂ ഈ ലൈഫ് മിഷൻ പദ്ധതി ചൂരൽമലയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് വശമെന്ന് പറയുന്നത് എനിക്ക് വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നി. ഇതൊക്കെ ജനങ്ങളുടെ അവകാശമാണ് എന്നുള്ള രീതിയിലാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊക്കെ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പണ്ടൊക്കെ എൻ്റെ വീട്ടിലേക്ക് കക്കൂസ് ഒക്കെ സർക്കാരിൻ്റെ മറ്റേ പഞ്ചായത്ത് പദ്ധതിയിൽ നിന്ന് ഒക്കെ ആണ് ആദ്യമായിട്ട് കക്കൂസ് കിട്ടുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. ആ സമയത്ത് ഒരു കക്കൂസ് പണിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കക്കൂസിൻ്റെ ഒരു ഭാഗം മാത്രമേ ഈ സിമൻറ്റ് തേച്ച് ഇത് ചെയ്യുള്ളൂ. അത് അവിടെ കുറച്ച് ഭാഗം മാത്രം, എന്നിട്ട് അവിടെ ഇന്ന പദ്ധതിയിൽ കിട്ടിയതാണെന്ന് എഴുതി വയ്ക്കും. അപ്പോൾ ആ ഒരു രീതി നമ്മൾ കുറേ കാലം തുടർന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഈ ഇത്രയധികം 5 ലക്ഷത്തിലധികം വീട് ലൈഫ് പദ്ധതിയിൽ വെച്ചു കൊടുത്തു. പക്ഷെ അതൊക്കെ അവരുടെ അവകാശമാണ്, അത് ആരും ഔദാര്യമായിട്ട് തന്നതല്ല എന്നുള്ളൊരു തോന്നലോട് കൂടിയാണ് ആ വീട്ടിലെ ആൾക്കാർ താമസിക്കുന്നത്. ആ ഒരു ചേഞ്ച് അത് എല്ലാ മേഖലകളിലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, അത് നമുക്ക് ഈ ഇതൊന്നും വെച്ച് അളക്കാൻ പറ്റില്ല. ആ മാറ്റം അത് തന്നെ ഒരു തുടർഭരണം ഉണ്ടാക്കേണ്ടതാണ്. കാരണം മനുഷ്യൻ്റെ അന്തസ്സിനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ള ഒരു രീതി കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ അന്തസ്സ് തുടരണം എന്നുള്ളൊരു താല്പര്യം എനിക്കുണ്ട്. അപ്പം ഈ ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ചുള്ള ഈ നേട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു അതിനോടൊപ്പം പറയേണ്ടത് തന്നെയാണ് മലയാളികളുടെ ഒരു ഐക്യവും ഒരുമയും ഒക്കെ. ചിലപ്പോൾ നമ്മൾ ഈ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ കേൾക്കുന്ന ചില വാർത്തകൾ ഉണ്ട്. ഇപ്പം അന്യമതസ്ഥരായതുകൊണ്ട് രോഗികളെ ചികിത്സിക്കാത്ത ഡോക്ടർമാർ, അതുപോലെ തന്നെ ഡോക്ടർ ഇന്ന മതത്തിൽപ്പെട്ടതായതുകൊണ്ട് അയാൾ എന്നെ ചികിത്സിക്കേണ്ട എന്ന് പറയുന്ന രോഗികൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ കേരളം എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ട്? ഈ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഈ ആരോഗ്യ കേരളം എന്ന് നമ്മൾ ഈ പറയുന്ന സംഗതിക്ക് ശരിക്കും 200 വർഷത്തെ ഒരു പാരമ്പര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 210 വർഷത്തെ പാരമ്പര്യമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 1813-ലാണ് ഇവിടെ ആദ്യമായിട്ടൊരു വാക്സിനേഷൻ ഇപ്പം കേരളത്തിൽ വരുന്നത്. അത് തിരുവിതാംകൂറിൽ റാണി ലക്ഷ്മിബായി അന്ന് ഭരിക്കുന്ന സമയമാണ്. അന്ന് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു കോപ്പറേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം വാക്സിൻ കണ്ടുപിടിച്ച് 16 വർഷമേ ആയിട്ടുള്ളൂ. ലോകത്ത് ആദ്യത്തെ വാക്സിൻ വരുന്നതും
അപ്പോൾ ഇവിടെ വരുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര ഭീതിയായിരുന്നു അത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഇവിടുത്തെ രാജകുടുംബാംഗങ്ങൾ തന്നെ ആദ്യം എടുത്ത് മാതൃകയാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴാണ് ആദ്യത്തെ ആശുപത്രി, ഇന്നത്തെ തൈക്കാട് വിമൻ ആൻഡ് ചൈൽഡ് ആശുപത്രി അന്ന് ചെറുതായ രീതിയിൽ തുടങ്ങുന്നത് 1814. അപ്പോൾ ആ ഒരു തുടർച്ച, അതിനുശേഷം പല പല ആശുപത്രികൾ, ഇപ്പോൾ നമ്മൾ കാണുന്ന ജനറൽ ആശുപത്രി 1860കളിൽ തുടങ്ങിയ ഒരു ആശുപത്രിയാണ്. അപ്പോൾ ആ ഒരു തുടർച്ച ഉണ്ട്. അപ്പോൾ ആ കാലം തൊട്ട് തന്നെ ഒരു ആരോഗ്യ വിദ്യാഭ്യാസം കൂടി നമ്മുടെ ഇടയിലുണ്ട്. ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനസമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ. അത് ആരോഗ്യ വിദ്യാഭ്യാസം മാത്രമല്ല, മൊത്തത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗുണം കൂടിയുണ്ട്. മറ്റൊന്ന്, നമുക്ക് മറ്റു ചില ഫാക്ടറുകളും ഫേവറബിൾ ആയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ചരിത്രപരമായിട്ടുള്ള ഒരു ഫാക്ടറുണ്ട്. രണ്ട് ഭൂമിശാസ്ത്രപരമായിട്ടും കേരളത്തിന് കുറച്ച് ബെറ്റർ ഇതുണ്ട്. നമ്മുടെ മൺസൂൺ, പിന്നെ ഈ നമ്മുടെ വാട്ടർ റിസോഴ്സുകളുടെ ഇതെല്ലാം, നമ്മുടെ ശുചിത്വം, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ വളരെ രീതിയിൽ, പിന്നീട് വന്ന ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ഭൂപരിഷ്കരണം, ഇതെല്ലാം നമ്മുടെ മൊത്തത്തിൽ ആരോഗ്യത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ്, പണ്ട് പല്ല് തേക്കാതിരുന്ന ആൾക്കാർ ഇന്ന് പല്ല് തേക്കാത്ത ആൾക്കാരൊന്നും കേരളത്തിൽ ഇല്ല. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. അതുപോലെ തന്നെ സാനിറ്ററി നാപ്കിനുകൾ, മെൻസ്ട്രുവൽ ഹൈജീൻ. അപ്പോൾ ഇന്ന് നാപ്കിനുകൾ ഉപയോഗിക്കാത്ത ആൾക്കാരില്ല. ഒരു 30 വർഷം മുമ്പാണെങ്കിൽ നാപ്കിനുകൾ ഉപയോഗിക്കുന്നത് കുറച്ച് അധികം കാശുള്ള ആൾക്കാർ മാത്രമായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ അങ്ങനെ പല പല ഫാക്ടറുകൾ എല്ലാം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യ കേരളത്തെ നിർമ്മിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ആശുപത്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശോ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും മാത്രം വിചാരിച്ചത് കൊണ്ട് ഉണ്ടായൊരു സംഗതിയല്ല. എല്ലാ മേഖലകളിലും ഉണ്ടായ മാറ്റങ്ങൾ ആരോഗ്യത്തിലും സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ നിലനിർത്തിയിരുന്ന ഒന്നാണ് നമ്മുടെ നാട്ടിൽ പല മതങ്ങളുണ്ട്. ആ മതങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദവും നമ്മൾ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോയിരുന്നു. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ കേരളത്തിന് യോജിക്കാത്ത തരത്തിൽ ചില ആശയങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പം കേരള സ്റ്റോറിയുടെ ഒരു അനുഭവമൊക്കെ ഉണ്ട്. കേരളവുമായിട്ട് പുലബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നതായിട്ട് പ്രചരിപ്പിക്കുന്ന തരത്തിലാണ് ഈ സിനിമയൊക്കെ വരുന്നത്. ഇതിനൊക്കെ എങ്ങനെയാണ് ഡോക്ടർ നോക്കുക? അത് ശരിക്കും ഒരേ സമയം കോമഡിയും ട്രാജഡിയുമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ കേരള സ്റ്റോറി പോലുള്ള പ്രൊപ്പഗണ്ട മൂവികൾ വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഇവിടെ നിൽക്കുന്ന ഒരു കമ്മ്യൂണൽ ഹാർമണിയെ തകർക്കുക എന്നുള്ളതാണ്. അത് പക്ഷേ നമ്മൾ ഈ പലപ്പോഴും അതിനെ ട്രോളുകയും കളിയാക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു സംഗതിയല്ല. കാരണം ഇത് 100 വർഷം മുമ്പ് ജർമ്മനിയിൽ അവരുടെ ഗീബൽസ് പ്രാക്ടിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് സിനിമ എങ്ങനെ ഈ വളരെ സ്മൂത്തായിട്ട് ഈ വിദ്വേഷം വിതയ്ക്കാൻ ഉപയോഗിക്കാമെന്നുള്ളത്. അന്നത്തെ ഒരു 3-4 സിനിമകൾ ഇതിനു വേണ്ടി ഗീബൽസ് തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ആ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ജ്യൂസിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഡോക്യുമെൻ്ററികൾ, അവർ കാരണമാണ് ഈ ലോകത്ത് മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ള ചിത്രീകരിക്കുന്ന സിനിമകൾ, അതൊക്കെ കണ്ട് അതിനോട് അക്ലിമറ്റൈസ്ഡ് ആയിട്ടുള്ള അവരോടൊപ്പം ജീവിച്ചിരുന്ന മനുഷ്യരാണ് പിന്നീട് ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അവർക്കെതിരെ അത് നോർമലി തിരിഞ്ഞത്. അതൊരു കുറ്റബോധം ഇല്ലാതെ, കാരണം ഇവരെങ്ങനെയാണെന്ന് നമുക്ക് നേരത്തെ പല ഇതിൽ നിന്ന് ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് ഇന്നത്തേക്കോ നാളത്തേക്കോ വേണ്ടിയല്ല ഇവർ ഈ സിനിമ ഇറക്കുന്നത്. അവരൊരു 10-15 വർഷങ്ങൾക്ക് ശേഷം അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. അപ്പോൾ അതൊന്നും നിസ്സാരമായിട്ടോ ട്രോള് ചെയ്തിട്ടോ ഒന്നും അല്ല അതിനെ മാനേജ് ചെയ്യേണ്ടത്. പക്ഷേ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ആർക്കും ഒരു ധാരണയില്ല എന്നുള്ളതാണ്. അതെന്ത് ചെയ്യാൻ കഴിയും അതിന്. പക്ഷേ ഇന്നത്തെ കാലത്തൊരു പോസിറ്റീവ് എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയും ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും കൂടി അവരുടേത് മാത്രമല്ലല്ലോ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ അതും കൂടി പ്രചരിപ്പിക്കാനുള്ളൊരു വേദി നമുക്കുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് സംഗതി കൂടി. ആ നിലയിലുള്ള പ്രതിരോധങ്ങൾ ഉയർന്നു വരുന്നു. ആ രീതിയിൽ നമ്മൾ പ്രതിരോധിച്ചേ പറ്റൂ. നമുക്ക് ഉള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇത് മാത്രമാണ്. സാധാരണ ജനങ്ങൾക്ക് സോഷ്യൽ മീഡിയയും മറ്റുള്ളവർക്ക് ഇപ്പോൾ സർക്കാർ മേഖലയിൽ അല്ലെങ്കിൽ ജനപ്രതിനിധികളായിട്ടുള്ളവർക്ക് ആ രീതിയിലും ഒക്കെ അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചേക്കും. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടും എടുക്കാം. അപ്പോൾ ഇത്രയും സമയം കേരളപ്പച്ചയോട് സഹകരിച്ച സംവദിച്ച
വിലപ്പെട്ട വിജ്ഞാനം പകർന്നു നൽകിയതിന് നന്ദി. താങ്ക് യു.